ഇന്ത്യയിൽ ഇങ്ങനത്തെ വലിയൊരു എക്സിബിഷൻ ഇല്ല, ഫിനിഷ്ഡ് ഫർണിച്ചറിൻ്റെ എക്സിബിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എക്സിബിഷനൊക്കെ കാണുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ പോയിരുന്നത് മലേഷ്യയിലായിരുന്നു. മിഫ് എന്ന് പറയും, മലേഷ്യൻ ഇൻ്റർനാഷണൽ ഫർണിച്ചർ ഫെയർ. അതിന് ഞങ്ങൾ ഒരു വർഷം ആദ്യം പോയി. അപ്പോൾ അത് കണ്ട് അവിടെയുള്ള കുറേ മോഡലും കാര്യങ്ങളൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ ഇവിടെ കുറേ ഡെവലപ്മെൻറ്റ് ചെയ്തു. 2, 3, 4 വർഷങ്ങളിൽ മലേഷ്യയിലൊക്കെ എക്സിബിഷന് പങ്കെടുത്ത്, പിന്നെ ചൈനയിലുള്ള എക്സിബിഷന് പോയി, ഞങ്ങൾ ഇന്തോനേഷ്യയിൽ പോയി, വിയറ്റ്നാമിൽ പോയി. ഇതൊക്കെ പോയി കാണുമ്പോൾ ഇതിനൊക്കെ അത്രയും ആളുകളുണ്ട് ഇത് കാണാൻ. ഇത് അവരൊക്കെ ഒരു വർഷത്തേക്കുള്ള ബിസിനസ് ഉണ്ടാക്കുന്നത് ഈ ഒരു എക്സിബിഷൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കിത് നിർബന്ധമാണ് ഇങ്ങനെ ഒരു ഇവന്റ് ഉള്ളത്. ഞങ്ങൾ ഏകദേശം ഒരു 21 പേരുണ്ടായിരുന്നു. 21 പേരുള്ള ഫർണിച്ചർ മാനുഫാക്ചേഴ്സ്, സമാന ചിന്താഗതിക്കാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ആശയങ്ങൾ പങ്കുവെച്ച് ഞങ്ങൾ കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്തു. ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ ഞങ്ങൾ മീറ്റ് ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം നമുക്കൊരു എക്സിബിഷൻ നടത്തണം എന്നുള്ള ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ എത്തി. 21 ഉള്ളത് 15ആയി, അത് 10ആയി, 7ആയി, പിന്നെ ലാസ്റ്റ് അത് 5 പേരായി. പിന്നെ ഞങ്ങൾ 5 പേരായി 10 വർഷമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യണ സമയം എത്തിയപ്പോഴത്തേന് 5 പേരെ ഉണ്ടായുള്ളൂ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇവന്റ് ചെയ്യുന്നതിന് മുന്നേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തു? ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളൊരു ഓഫീസ് എടുത്തു. ആ ഓഫീസ് എടുക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് സെറ്റ് ചെയ്ത് രജിസ്ട്രേഷന്റെ സമയപ്പോഴത്തേന് ആളുകൾ കൊഴിഞ്ഞു 5 പേരായി.